ദിവേക്കിൽ മലയാളം രാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ഇന്നത്തെ സെൽഫ് വർത്താണ്. റിക്കവറി വന്നിട്ടുണ്ട്, ഡെസ്റ്റിനി വന്നിട്ടുണ്ട്, ട്രിക്കറി, കൺഫ്യൂഷൻ. ക്വസ്റ്റാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് താരോ വെച്ചിട്ട് നോക്കാം. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, എൻ്റെ ഷാഡോ വന്നിട്ടുണ്ട്, ഹൈറഫൻ്റാണ്. ഈസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. 10 ഓഫ് പെൻറ്റക്കിൾ, ഫോർച്യൂൺ, ക്യൂൻ ഓഫ് വൺസും വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് ആണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. Prosperity wins, accelerate motion, obstacles and challenges, conflict and defeat, spiritual union. 2 of Cupsന്റെ എനർജിയാണ്. വിസ്ഡം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു സെൽഫ് വർത്ത് എന്ന് പറയുന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളുടെ മൂല്യം, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മളെ എത്രമാത്രം എങ്ങനെ കാണുന്നു എന്നൊന്നുകൂടി നിങ്ങൾ അനലൈസ് ചെയ്യണം എന്നാണ് ഇന്നത്തെ മെസ്സേജ്. കാരണം ഇവിടെ ഒരു ചെയറുണ്ട്. അപ്പോൾ നമ്മളെ മറന്ന്, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു മൂല്യവും കൊടുക്കാതെ, നമ്മൾക്കൊരു മൂല്യവും കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒരു അനലൈസ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ എവിടെയൊക്കെ തരം താഴ്ന്നു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ ഒരു കാര്യത്തിന് നമ്മളല്ലാതാകുന്ന, അല്ലെങ്കിൽ നമുക്ക് മൂല്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കരുത്. അങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എന്നെ കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു വർത്തുണ്ട്, എൻ്റെ ഒരു മൂല്യമുണ്ട്. ആ ഒരു മൂല്യം കളഞ്ഞ് ഒരു കാര്യത്തിന് നിൽക്കരുത്. കാരണം ഈ സമയങ്ങളിൽ പല സ്ഥലത്തും നിങ്ങൾ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം പല സ്ഥലങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പെയിൻ ശരിക്കും ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ ഈ ഇടയ്ക്ക് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നോ, ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് ശരിയാണോ, നിങ്ങളോട് ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. റിക്കവറിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്നുള്ള കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ മൂല്യം, നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതായിരിക്കാം ഈ റിക്കവറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങളിലേക്ക് തിരിച്ച്
നിങ്ങൾ കൊണ്ടുവരുന്നു. അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ നഷ്ടപ്പെട്ടു പോയ എന്തോ കാര്യം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഡെസ്റ്റിനിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. നമ്മൾ എവിടെ എത്തണം, നമ്മൾ എന്തായി തീരണം, അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ഡെസ്റ്റിനി. അപ്പോൾ അതിലേക്ക് പോകാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും അത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ട്രിക്കറിയാണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങളൊരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില ട്രിക്കുകൾ, തന്ത്രം പ്രയോഗിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഒരുപോലെ നിന്നാൽ നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്ക് പല അബദ്ധങ്ങളും പറ്റാം. പലരും നമ്മളെ പറ്റിക്കാം. ആ പറ്റിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ പുറത്തിറങ്ങണമെങ്കിൽ നമുക്കൊരു തന്ത്രം വേണം. അപ്പം ഇന്നേ ദിവസം നിങ്ങൾ എന്തോ കാര്യങ്ങളിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു എന്ന് കാണുന്നത്. ഒരു പൊളിറ്റിക്സ് കളിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ധാരണ ഉള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്ലാൻഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം, ചില സിറ്റുവേഷനിൽ നിന്നും. കാരണം അത് തെറ്റായിട്ടല്ല. അപ്പോൾ ചില ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ആലോചിച്ച് നിങ്ങളൊരു തന്ത്രത്തിലൂടെ അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണമെന്ന്, അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ കൺഫ്യൂഷനാണ്. ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവ്യക്തമാണ് എന്നാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇടപെടണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഇന്നേ ദിവസമുണ്ട്. അപ്പം നമുക്കത് ഒന്ന് ക്ലാരിറ്റി എടുക്കാം. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ട്രിക്കറി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഹയറഫന്റ് ആണ് വന്നിട്ടുള്ളത്. കുറച്ച് ബുദ്ധിയും 7 of Cups. അപ്പൊ കുറച്ച് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തന്നെ കാണുന്നുണ്ട്. കുറെ ചോയ്സസ് ഉണ്ട്. അപ്പോൾ ചിലത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോയ്സും ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ എന്ത് ചൂസ് ചെയ്യുന്നു, അപ്പോൾ അത് മറ്റുള്ളവരെ ചിലപ്പോൾ വിഷമിപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു എന്ന് കാണുന്നു, ഒരു തന്ത്രം ഉപയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കുറേ ചോയ്സസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചോയ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോയ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ നിങ്ങളൊരു തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ചില ആൾക്കാർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം സിൻസിയർ ആണോ അതോ അഭിനയമാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരോ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ ആരോ നിങ്ങൾ ചിലപ്പോൾ അവരെ സംശയിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അവരുടെ സ്നേഹത്തിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇത് സത്യമാണോ അതോ വെറുതെയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട്. അടുത്ത് ക്യൂൻ ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. വളരെ ആലോചിച്ച് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് അറിയാം. 2 of Swords എനർജിയാണ്. എന്തോ ഒരു കാര്യത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യത്തിന്, അത് ഈ ഒരു കാര്യത്തിന് തന്നെയാണ്. എന്തോ ഒരു കാര്യം കൺഫ്യൂഷൻ, അത് ഒരു നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നോ, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയാണോ സംസാരിക്കുന്നത്, അപ്പോൾ നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങളെ ഒരു ചോയ്സ് ആയിട്ടാണോ അവർ കാണുന്നത്, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ അതിന് ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിന് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട്.
പിന്നെ ഇതിലൊരു ഹാൻഡ്മാൻ ഷാഡോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഹാൻഡ്മാൻ്റെ ഷാഡോ. ഇപ്പം ചില ആൾക്കാരുടെ നല്ല മുഖങ്ങൾ ഇന്ന ദിവസം നിങ്ങൾ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ വിചാരിച്ചതിലുപരി അതല്ല സത്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഹാങ്ഡ്മാൻ പുതിയൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൂടെ ഉള്ളവര് എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന കാര്യമാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത തരത്തിൽ വിഷമിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിട്ടാണ് അതിൽ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം കാണാൻ പറ്റുന്നുണ്ട് ഇന്നേ ദിവസം. അത് നിങ്ങളൊരു കൺഫ്യൂഷൻ ആയിരുന്നിട്ടുണ്ടായിരിക്കും, ഇത് ശരിയാണോ? നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ഇൻഡ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഹൈറഫൻറ്റ് വന്നത്. നിങ്ങൾ ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് സത്യമാണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ വ്യക്തി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നോടൊപ്പം നിൽക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറഫൻറ്റ് ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഇൻഡ്യൂഷൻ തോന്നിയ കാര്യമായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം, ഈ സാഹചര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളത് വിശ്വസിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പം അത് നിങ്ങൾ വിശ്വസിക്കുന്നു, അതിനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നു, നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു ഏസ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതൊരു പേജ് ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ നല്ല മുഖങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം. ഇതിൽ ഒരു സെൽഫ് വർത്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മൂല്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മാറിപ്പോകുന്നതും ആയിരിക്കാം. അങ്ങനെ നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. ഇത് ഒറ്റയ്ക്കാണ്. അപ്പോൾ കൂടെ ഉള്ളവർ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിപ്പം മറ്റുള്ളവരെ കൂടെ കൂട്ടിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ട്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് അതിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. നോക്കാം എന്താണ്. അപ്പോൾ എന്തെങ്കിലും പൈസ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. സ്റ്റാറാണ്. അപ്പോൾ ഇതിലും സ്റ്റാർ വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് പൈസ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് നഷ്ടം വന്നതിലുപരിയുള്ള വേറെ സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ വേറെ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ദൈവമായിട്ട് നിങ്ങളുടെ പെയിൻ കണ്ട ഒരു ഫലം തന്നതായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഫലം തന്നതായിരിക്കാം. 10 ഓഫ് പെന്റക്കിൾ ഷാഡോ വന്നപ്പോൾ നിങ്ങൾക്ക് കുറേയധികം പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴികളിലൂടെ ദൈവം അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ സ്റ്റാർ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങളൊരു സ്റ്റാറാണ്. നിങ്ങളുടെ ഏതൊക്കെയോ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ മുന്നിൽ മറ്റുള്ളവരെല്ലാം നിങ്ങളെ അസൂയയോടെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഈ ലൈഫിൽ ശരിക്കും പെയിൻഫുൾ ആയിരുന്ന സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. ഹീലിംഗ് നടന്നു കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. കുറച്ചധികം ആൾക്കാരുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ്. കുറച്ചധികം ആൾക്കാർ നിങ്ങൾ പിറകെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കുമാണ്. അപ്പോൾ ഇത് ഈ ഒരു കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങളതിൽ ജയിക്കുമോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളൊരു ട്രിക്ക് ഉപയോഗിച്ചത്. ഇതിലിപ്പോൾ ആ ഒരു മെസ്സേജ് ക്ലിയർ ആണ്. നിങ്ങളുടെ മുന്നിൽ കുറേയധികം പ്രതിബന്ധങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേയധികം ആളുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക്
അവരോട് മത്സരിച്ച് ജയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളൊരു ട്രിക്ക് ഉപയോഗിച്ചു, ഒരു തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് പറ്റും. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഇതിന് ഞാൻ പകരം ചോദിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്, അവരോട് ഫൈറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇപ്പം തൽക്കാലം എൻ്റെ സാഹചര്യം എനിക്കിത് അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവരോട് വഴക്കിട്ടൊന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും നിങ്ങൾ ഒരുപാട് കണക്കുകൂട്ടലുകൾ ചെയ്ത് നിങ്ങൾ പക്ഷെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നു എന്ന് കാണുന്നുണ്ട്. പ്രോസ്പെരിറ്റി ബിഗിൻസ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അവരെന്തെങ്കിലും ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി അതിൽ നിന്നും ഒരു ഇൻകം വരാൻ തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈൻ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് അവർ തുടങ്ങിയതെന്ന് കുറച്ച് കാലം മുന്നേ അത് തുടങ്ങിയെങ്കിൽ അതിൻ്റെ ഇൻകം എടുക്കാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വളരെ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളിത് വളരെ ഒരുപാട് അക്സലറേറ്റ് പോർഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് തീവ്രമായി ആഗ്രഹിക്കുന്നത് അത് സ്റ്റാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എന്താണെന്ന് നോക്കുമ്പോൾ ഒന്ന് ക്ലാരിറ്റി എടുക്കുക. എന്താണ് നിങ്ങൾ വളരെ ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. എന്തോ ഒരു കാര്യം കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് ആണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം അത് ഈസി അല്ല. ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈസി അല്ല. ഒരുപാട് തടസ്സങ്ങളുണ്ട്, മുൻപിൽ ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കാം, സാഹചര്യങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, ഇതിൽ വീണ്ടും ആ ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ കുറേയധികം ആൾക്കാരുണ്ട്, നിങ്ങളെ എതിർക്കാൻ കുറേയധികം ആൾക്കാരുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങളൊരു അവിടെ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ പരാജയപ്പെടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാതെ നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് തൽക്കാലത്തേക്ക്. ഈ ഒരു മെസ്സേജ് ശരിക്കും എല്ലാ കാർഡ്സിലും അത് ആവർത്തിച്ച് വരുന്നുണ്ട്. പക്ഷേ അതിൽ നോക്കട്ടെ, അത് ഇപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്തുനിന്ന് നിങ്ങൾ ശരിക്കും തിരിച്ച് ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തും എന്ന് തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് തിരിച്ചെത്താൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് നിങ്ങളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൽ നിങ്ങളെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകുന്നതായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കാം, നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ ചിലപ്പം പൂർണ്ണമായും വിട്ടുപോയിട്ടില്ലെങ്കിലും ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസമായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ നിന്നും ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ദൃഢമായൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാനിവിടെ തിരിച്ച് ഇതേ ചെയറിൽ ഞാൻ എത്തും എന്ന് നിങ്ങൾ ഒരു ശപഥം ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ സ്പിരിച്വൽ യൂണിയൻ ആണ്, 2 of Cups ആണ്. ചില ആൾക്കാർക്ക് ഇവിടെ ഒരു എംപ്റ്റി ചെയർ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതോ വ്യക്തികൾ നിങ്ങളിലേക്ക്, അത് നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു കാര്യമാണ്. കാരണം ഇതിലൊരു ചെയറുണ്ട്, അപ്പോൾ ആ ചെയർ എംപ്റ്റി ആണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഫില്ല് ചെയ്യാൻ ഒരാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ആ ഒരാൾ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നുണ്ട്. സ്പിരിച്വൽ യൂണിയൻ ആണ്, അതിൽ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ തിരികെ നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു കാർഡ് കൂടി എടുത്ത് 2 കാർഡ് വന്നിട്ടുണ്ട്. 9 of Pentacles, Page of Wands വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വരുന്നു എന്നാണ്. പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് അനുകൂലമാക്കുന്നുണ്ട്. 9 of Pentaclesന്റെ എനർജിയാണ്. നഷ്ടപ്പെട്ടു പോയതിന് പകരം നിങ്ങൾക്ക് ഫിനാൻസ് വരുന്നു എന്ന് കണ്ടു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന്. പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. അവർക്ക് വളരെ സാധ്യതയുണ്ട് ഇന്നേ ദിവസം കുറേയധികം ബിസിനസ് നടന്നു പോകാൻ. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ
ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ നേരത്തെ ചെയ്തിരുന്ന കാര്യത്തിലോ സാലറിയോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർക്ക് പൈസ വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇന്ന് എന്തായാലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു നല്ല ഒരു സമയമാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ അത് എഴുതാൻ കുറച്ച് നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ ഒരു ലൈക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്, അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ല. ദയവായി ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക. അത് നമുക്കൊരു പ്രോത്സാഹനമാണ്, നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡുമാണ്. അപ്പോൾ കാണുന്നവർക്ക് ആ ഒരു എനർജി ഞാനുമായിട്ട് കണക്റ്റ് ആക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.